ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 ബയോളജിയിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഐസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ ഈ ഒരു സീരീസിൽ 2017 തൊട്ട് കറന്റ് ആയിട്ടുള്ള ഇയറിലുള്ളത് കംപ്ലീറ്റ് 2025 വരെയുള്ള എല്ലാ ഐസറിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് മലയാളത്തിൽ നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ പ്ലേലിസ്റ്റ് പോയിട്ട് കാണുക. അപ്പൊ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഐസറിന്റെ മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഈ കംപ്ലീറ്റ് സൊല്യൂഷൻസും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഐസറിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ ഒരു ഐസർ കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, ആ ഐസർ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഇതുപോലുള്ള റെസ്പോൺസുകളാണ് യൂട്യൂബ് എത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. മാക്സിമം കേരളത്തിൽ നിന്നുള്ള ഐസറിന് പ്രിപ്പയർ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ 2017 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ CRISPRlearning.com നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ PDF അല്ല, റിയൽ ആയിട്ട് 2017 നിങ്ങൾ എങ്ങനെയായിരുന്നു എക്സാം എഴുതിയിരുന്നെങ്കിൽ എഴുതുക എന്നുള്ളത് പോലെ കാണാൻ വേണ്ടിയിട്ട് CRISPRlearning.com നിങ്ങൾ വരിക. അവിടെ നിങ്ങൾക്ക് ഫ്രീ ടെസ്റ്റിൽ ഒരുപാട് ഫ്രീ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഫ്രീ ടെസ്റ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ കോഴ്സസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒഫീഷ്യൽ PYQs നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് നിങ്ങളുടെ പോർട്ടൽ ഉണ്ടാവുക. ഓക്കെ, അവിടെ ഞാൻ ഒഫീഷ്യൽ ഐസർ എക്സാംസ് 2017 തൊട്ട് 25 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് 2019 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2019 ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. സോ ഞാൻ ഇവിടെ അറ്റംപ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ജനറൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സെയിം ഇന്റർഫേസ്. ഈ ഇന്റർഫേസ് നമ്മൾ അതുപോലെ മിമിക് ചെയ്താണ്, കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ടൈമർ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാൽക്കുലേറ്ററും അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് റിയൽ ടെസ്റ്റിനും ചെയ്യാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും കാര്യമാണ്. അപ്പം 2026 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ്, നിങ്ങൾ ഒരിക്കലും ജൂൺ 7 എക്സാം എഴുതുന്ന ദിവസമായിരിക്കരുത് ആദ്യമായിട്ട് ഇന്റർഫേസ് കാണുന്നത്. അപ്പൊ റിയൽ ഇന്റർഫേസിൽ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം ചെയ്ത് പഠിക്കുക. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ എന്നാണ് ചോദിച്ചത്. എന്താണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്? ഒരു കുട്ടി അമ്മയുടെ ബോഡിയിലായിരിക്കുമ്പോൾ കുട്ടിക്ക് RH പോസിറ്റീവ് ആണ്, അമ്മ RH നെഗറ്റീവ് ആണ്. ആദ്യത്തെ ഡെലിവറിന്റെ സമയത്ത് യാതൊരു പ്രശ്നവും ഒന്നാമത്തെ കുട്ടിക്കോ അമ്മയ്ക്കോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആദ്യത്തെ പ്രഗ്നൻസിന്റെ സമയത്ത്, പക്ഷെ ഡ്യൂറിങ് ഫസ്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പ്ലാസെന്റ എല്ലാം റപ്ചർ ചെയ്തിട്ട് ആദ്യമായിട്ട് ഈ കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബ്ലഡ് അമ്മയിലേക്ക് എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് കുട്ടിയുടെ ബ്ലഡ്. ഈ ബ്ലഡ് അമ്മയുടെ ബോഡിയിലേക്ക് എക്സ്പോസ്ഡ് ആവാൻ സാധ്യത ഉണ്ട്. ശരിയല്ലേ? യെസ്. അപ്പം ഈ ഒരു എക്സ്പോഷർ ആദ്യം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഡെലിവറിന്റെ സമയത്താണ്. ഈ എക്സ്പോഷർ ഉണ്ടാവുന്നത്. അപ്പൊ എക്സ്പോഷർ ഉണ്ടായാല് അമ്മയുടെ ബോഡിയിൽ ഈ RH എതിരെയുള്ള ആന്റിബോഡീസ് ഫോം ചെയ്യും, അല്ലെ? RH എതിരെയുള്ള ആന്റിബോഡീസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കുട്ടി ഈ അമ്മ കൺസീവ് ചെയ്യാന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കുട്ടി കൺസീവ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കുട്ടിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയും RH പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്.
ഓക്കെ, ഇപ്പൊ ഇത് ആദ്യത്തെ അമ്മയല്ല ഇൻ ദ സെൻസ് ആദ്യത്തെ പഴയ അമ്മയല്ല, കാര്യം RH ആന്റിബോഡി ഉള്ള അമ്മയാണ്. സോ ഈ കുട്ടിയെ കൺസീവ് ചെയ്യുമ്പോൾ കുട്ടിക്ക് RH ആന്റിജൻ ഉണ്ട് അല്ലെ, RH ആന്റിജനെതിരെയുള്ള ആന്റിബോഡി അമ്മയ്ക്ക് ഉണ്ട്. അപ്പൊ ഈ RH-നെ ടാർഗറ്റ് ചെയ്ത് അതിനെ കൊന്നുകളയും ആൻഡ് ഫീറ്റസിന് അതിനെ സാരമായിട്ട് ബാധിക്കും അല്ലെ. ഈ ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള സർക്കുലേഷനിൽ വരുന്ന ഒരു പാർട്ടാണ് അല്ലെ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് നോക്കടാ. ആദ്യത്തെ ഡെലിവറിന്റെ സമയത്തല്ലേ ഫസ്റ്റ് എക്സ്പോഷർ അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. ആ എക്സ്പോഷർ ഉണ്ടാവുമ്പം അതിന് എഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡി അല്ലേ അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ എക്സ്പോഷർ ഉണ്ടാവുമ്പം ആ ആന്റിബോഡി ഉണ്ടാവുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്താൽ രണ്ടാമത്തെ ബേബി സേഫ് ആവൂലേ? യെസ്. അപ്പൊ എന്താ ആക്ച്വലി നമുക്ക് വേണ്ടത്? നമുക്ക് ഈ RH ആന്റിബോഡി ഉണ്ടാവാൻ പാടില്ല ഈവൻ ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി. അതിന് വേണ്ടിയിട്ട് RH ആന്റിബോഡീസ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും ജസ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി. എന്താ ഇഞ്ചക്ട് ചെയ്യുന്നത്? RH ആന്റിബോഡി ഇഞ്ചക്ട് ചെയ്യും. സോ ദാറ്റ് RH ആന്റിബോഡി അമ്മയുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ രണ്ടാമത്തെ ബേബിയും സേഫ് ആണ്, കാരണം ഈ RH-ന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഇപ്പൊ അമ്മയുടെ ബോഡിയിൽ ഇല്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അഡ്മിനിസ്റ്ററിങ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ എന്നാണ് ചോദിച്ചത്. അഡ്മിനിസ്റ്ററിങ് RH ആന്റിബോഡി ടു എ RH പോസിറ്റീവ് വുമൺ അല്ല, RH നെഗറ്റീവ് വുമൺ ആണ് ഈ പ്രശ്നം വരുന്നത്. ശരിയാണല്ലോ? യെസ്. അഡ്മിനിസ്റ്ററിങ് RH ആന്റിബോഡീസ് ടു RH പോസിറ്റീവ് മദർ അല്ല, administering anti-RH antibody to a RH negative woman before first pregnancy കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. administering anti-RH antibody to a RH negative mother after her first RH positive childbirth. So this is the option and we are going to the next question. Immature ആയിട്ടുള്ള ലിംഫോസൈറ്റുകൾ ആർ പ്രൈമർലി ഫൗണ്ട് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗൻ. അപ്പം ഇമ്മച്വർ ആയിട്ടുള്ള നമ്മളെ ലിംഫോസൈറ്റുകൾ ഉണ്ടാവുന്നത് എവിടെയാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ്. എവിടെയാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാല്? ബോൺ മാരോയും തൈമസും ആണ്. അപ്പം ഈ ഓപ്ഷനിൽ ബോൺ മാരോയോ തൈമസോ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം. സോ കണ്ടോ, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ പേയേഴ്സ് പാച്ച് ആണെങ്കിലും സ്പ്ലീൻ ആണെങ്കിലും ലിവർ ആണെങ്കിലൊക്കെ ഈ ലിംഫോസൈറ്റുകൾ മെച്യൂർ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്ന സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് പേയേഴ്സ് പാച്ച്, സ്പ്ലീന്, ലിവർ. തൈമസും ബോൺ മാരോയുമാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. അവിടെയാണ് മെച്ചുറേഷൻ നടക്കുന്നത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ല, നമ്മുടെ ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. എ പോപ്പുലേഷൻ ഓഫ് ഫിഞ്ച് ബേർഡ്സ് വിത്ത് മീഡിയം ബീക്ക് കോളനൈസസ് ആൻഡ് ഐലൻഡ് വിത്ത് പ്ലാന്റ്സ് പ്രൊഡ്യൂസിങ് മീഡിയം ആൻഡ് ലാർജ് സീഡ്. അപ്പൊ ഒരു കുരുവി ഒരു ഐലൻഡിലേക്ക് വരികയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുരുവി ഒരു ഐലൻഡിലേക്ക് വരികയാണ്. ഇവിടെ സ്മോൾ ആയിട്ടുള്ള സീഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള സീഡ് അല്ല, ഇവിടെ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സീഡ് ഉണ്ട് ആൻഡ് ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള സീഡ് ഉണ്ട്. ഓക്കെ, മീഡിയം ബീക്ക് സൈസ് ഉള്ള കുരുവിയാണ് ഈ ഒരു കോളനിയിലേക്ക് ഈ ഒരു ഐലൻഡിലേക്ക് കോളനൈസ് ചെയ്യാൻ വരുന്നത്. മീഡിയം ബീക്ക് സൈസ് ഉള്ള കുരുവിയാണ്. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കാം. ആഫ്റ്റർ എ ഡിസീസ് വൈപ്സ് ഔട്ട് ഓൾ ദ പ്ലാന്റ്സ് വിത്ത് മീഡിയം സൈസ്ഡ് സീഡ്സ്. ഒരു അസുഖം വരികയാണ്, ആ അസുഖം പ്ലാന്റ്സിൽ വന്നപ്പം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സീഡുകൾ ഉണ്ടാവുന്ന പ്ലാന്റ്സിനെ എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പൊ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ലാർജ് സീഡുള്ള പ്ലാന്റ്സ് മാത്രമേ ഇപ്പൊ ആ ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ടു ഹാപ്പൻ ടു ദ ഫിഞ്ചസ്? അപ്പൊ സ്വാഭാവികമായിട്ടും ആ അറ്റ്മോസ്ഫിയറിൽ, ആ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ
സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ഫിഞ്ചസിന്റെ ബീക്ക് സൈസ് ലാർജ് ആയിട്ട് മാറേണ്ടി വരും. ശരിയല്ലേ? ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഡയറക്ഷണൽ സെലക്ഷൻ. ഇതിനെയാണ് കുട്ടികളെ നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയാ അല്ലെ. നാച്ചുറൽ സെലക്ഷൻ നമ്മൾ മൂന്നായിട്ട് മനസ്സിലാക്കും: ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ് ആൻഡ് directional selection, stabilizing selection and disruptive selection. This is a typical example of directional selection. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. They will become extinct എന്ന് പറയുന്നത് ശരിയില്ല. Evolution will work അല്ലേ. Their beaks will not change at all. അത് ശരിയല്ല. Their beaks become smaller. സ്മോളർ ആയ കൂടുതൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുക ചെയ്യുക. Their beaks will become larger. Their beaks will become larger. So option D is the correct answer. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Which one of the following pairs of genotype and phenotype ratios will be obtained in F2 generation of Snapdragon plants exhibiting incomplete dominance for red and വൈറ്റ് ഫ്ലവർ കളർ ട്രെയ്റ്റ്സ് എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജെനറ്റിക്സ് ഫസ്റ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം സ്നാപ്ഡ്രാഗണിൽ ക്യാപിറ്റൽ R കോഡ്സ് ഫോർ റെഡ് കളർ ഫ്ലവർ, റെഡ് ഫ്ലവർ. ഓക്കെ, ഇനി സ്മോൾ r കോഡ്സ് ഫോർ വൈറ്റ് കളർ. അപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ് ക്യാപിറ്റൽ R എന്ന് പറയുന്ന ആള് റെഡ് ഫ്ലവർ ഉള്ള സ്നാപ്ഡ്രാഗൺ പ്ലാന്റ് ആയിരിക്കും, റെഡ് ഫ്ലവർ ആയിരിക്കും. ആൻഡ് സ്മോൾ r എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലവർ ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ പഠിച്ച കാര്യല്ലേ? യെസ്. ഇനി ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്നത് നോർമലി നമ്മുടെ മെന്റൽ പറയുന്ന ജെനറ്റിക്സ് പാറ്റേൺ ആണ് കാണുന്നത് എങ്കിൽ അത് റെഡ് കളർ ആവണമായിരുന്നു അല്ലേ? ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് സ്മോൾ r കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു കാണിക്കുന്നത് എങ്കിൽ ക്യാപിറ്റൽ R ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ കാണിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്താ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാല്? ഡോമിനന്റ് ആയിട്ടുള്ള അല്ലീലിന് റെസസീവ് ആയിട്ടുള്ള അല്ലീലിന്റെ മുകളിൽ കംപ്ലീറ്റ് ഡോമിനൻസ്, കംപ്ലീറ്റ് ഫീനോടൈപ്പിന്റെ എക്സ്പ്രഷൻ കാണിക്കാൻ കഴിയുന്നില്ല. സോ ഇവിടെ റെഡ് ഫ്ലവർ ആയിരിക്കില്ല ഇയാള്, ആൻഡ് വൈറ്റിൽ നിന്നും മുകളിലേക്ക് പോയിട്ടും ഉണ്ടായിരിക്കും. സോ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പിങ്ക് ഫ്ലവർ ആണ് ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഈ ഒരു ജീനോടൈപ്പിന് ഉണ്ടാവുക. ഇതാണ് സ്നാപ്ഡ്രാഗന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ലോജിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് റേഷ്യോ ഒബ്റ്റൈൻഡ് ഇൻ F2 ജനറേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ പാരന്റൽ ജനറേഷൻ എഴുതാൻ പോവാണ്. സോ ദിസ് ഈസ് ദ പാരന്റൽ ജനറേഷൻ. എന്താ പാരന്റൽ ജനറേഷൻ? ആരെടുക്കുക? നമ്മള് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റെഡും എടുത്തു ആൻഡ് വൈറ്റും എടുത്തു. ശരിയല്ലേ? ആൻഡ് ഇയാളിൽ നിന്നുണ്ടാവുന്ന ഗമീറ്റ് വിൽ ബി ക്യാപിറ്റൽ R ആൻഡ് ഇയാളിൽ നിന്നുണ്ടാവുന്നത് സ്മോൾ r ആയിരിക്കും. അപ്പം ഇയാൾ കൂടി ചേർന്നിട്ടാണ് F1 ജനറേഷൻ ഉണ്ടായത്. ദാറ്റ് വിൽ ബി ക്യാപിറ്റൽ R സ്മോൾ r. ഇയാൾ എന്ന് പറയുന്നത് 100% ഓഫ് F1 ജനറേഷൻ ഓസ്പ്രിങ്സ് വിൽ ബി പിങ്ക് ആയിരിക്കും. ശരിയല്ലേടാ? പിങ്ക് ആയിരിക്കും. ഓക്കെ, ഇനി ഈ R2 ക്യാപിറ്റൽ R സ്മോൾ r F1 ജനറേഷനെ നമ്മള് സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ടാണ് ആരുണ്ടാക്കുന്നത്? സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ടാണ് F2 ജനറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അയാളെ വെച്ചിട്ട് തന്നെ ക്രോസ് ചെയ്യുക, സെൽഫ് ചെയ്യുക, പോളിനേറ്റ് ചെയ്യുക. അപ്പൊ ക്യാപിറ്റൽ R സ്മോൾ r ആയിരിക്കും. രണ്ട് ടൈപ്പ് ഗമീറ്റ് ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ R ടൈപ്പ് ഗമീറ്റ് ഉണ്ടായിരിക്കും, സ്മോൾ r ടൈപ്പ് ഗമീറ്റ് ഉണ്ടായിരിക്കും. ഇയാളടുത്തലും ക്യാപിറ്റൽ R ഗമീറ്റ് ഉണ്ടായിരിക്കും, സ്മോൾ r ടൈപ്പ് ഗമീറ്റ് ഉണ്ടായിരിക്കും. സോ ഹിയർ ക്യാപിറ്റൽ R ആയിരിക്കും. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ആരാണ്? റെഡ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ R ക്യാപിറ്റൽ R സ്മോൾ r ഇയാളായിരിക്കും ഉണ്ടാവുക. ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും. ആൻഡ് ക്യാപിറ്റൽ R സ്മോൾ r ആണ് ഇയാൾ ഉണ്ടാവുക. ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്നത് എഗെയിൻ പിങ്ക് ആയിരിക്കും. കാണുന്നില്ലേ? യെസ്. ഇനി അടുത്തത് സ്മോൾ r മാത്രം വൈറ്റ് ആയിരിക്കും. സോ നോക്ക്, ഇയാളുടെ ജീനോടൈപ്പുകളുടെ റേഷ്യോ നമുക്ക് നോക്കാം.
നമ്മൾ ഇനി ഇവിടെ എഴുതാൻ പോകുന്നത് എന്താണ്? ഇയാളുടെ ജീനോടിപ്പിക് റേഷ്യോ ആണ്. ജീനോടിപ്പിക് റേഷ്യോ. എത്ര ഡിഫറെന്റ് ടൈപ്സ് ജീനോടൈപ്പ് ഉണ്ട്? 3. ഒരു ഹോമോസൈഗസ് ഡോമിനന്റ്, 2 ഹെട്രോസൈഗസ്, ഒരു ഹോമോസൈഗസ് റെസസീവ്. സോ ഒരു ക്യാപിറ്റൽ ആർ ഈസ് ടു 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഈസ് ടു ഒരു small r. So genotypic ratio is 1:2:1. So this is the genotypic ratio. Okay. ഇനി നമുക്ക് ഫീനോടൈപ്പിന്റെ റേഷ്യോ നമുക്ക് നോക്കാം. എത്ര ഡിഫറെന്റ് ഫീനോടൈപ്പ് ഉണ്ട്? അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഫീനോടിപ്പിക് റേഷ്യോ ആണ്. ഓക്കെ, ഫീനോടിപ്പിക് റേഷ്യോ ആണ്. അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ എത്ര ഫീനോടൈപ്പ് ഉണ്ട് നോക്ക്. റെഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫീനോടൈപ്പ് ഉണ്ട്, പിങ്ക് എന്ന് പറയുന്ന 2 ഫീനോടൈപ്പ് ഉണ്ട്, ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീനോടൈപ്പ് ഉണ്ട്. സോ there are 3 ഡിഫറെന്റ് ഫീനോടൈപ്സ്. ഏതൊക്കെയാണ്? ഒരു റെഡ്, 2 പിങ്ക് ആൻഡ് ഒരു വൈറ്റ്. സോ ഹിയർ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 1:2:1 ആണ്. അപ്പം ഫീനോടിപ്പിക് റേഷ്യോയും ജീനോടിപ്പിക് റേഷ്യോയും ജീനോടൈപ്പിന്റെ റേഷ്യോയും ഫീനോടൈപ്പിന്റെ റേഷ്യോയും സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. യെസ്, 1:2:1 and 1:2:1. Option D is the correct answer. Okay, so moving to the next question. In human females, മനുഷ്യന്മാരുടെ ഫീമെയിൽസിൽ എപ്പോഴാണ് oogenesis സ്റ്റാർട്ട് ചെയ്യുക? എപ്പോഴാണ് ഓവം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക? ഇത് നമ്മൾ സ്പെർമറ്റോജെനിസിസ്, സ്പേം ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പയർ ചെയ്തുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആൺകുട്ടിക്ക് പ്യൂബേർട്ടി ആകുമ്പോഴാണ്, ഒരു 12-13 വയസ്സ്. എന്നിട്ട് അയാളുടെ ജീവിതാവസാനം വരെ സ്പേം ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ. അതുകൊണ്ടാണ് എന്താ പറയാ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അച്ഛനാവാന് ഒരു അപ്പർ ഏജ് ഒന്നുമില്ല. പക്ഷെ ലോവർ ഏജ് എന്ന് പറഞ്ഞാൽ ഓൺലി ആഫ്റ്റർ പ്യൂബേർട്ടി ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഫീമെയിൽസിലുള്ള ഓവം പ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ബിഫോർ ഒരു പെൺകുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ oogenesis, ഓവം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എംബ്രിയോ ആയിരിക്കുമ്പം ഓവറിക്കകത്ത് ഓവം ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് oogenesis. അപ്പൊ അതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത്. ഇൻ ഹ്യൂമൻ ഫീമെയിൽസ് വെൻ ഡസ് oogenesis ബിഗിൻ? അപ്പൊ ഇതൊരു ഹ്യൂമൻ റീപ്രൊഡക്ഷനിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കോൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ? അറ്റ് ദ ടൈം ഓഫ് പ്യൂബേർട്ടി അല്ല അല്ലെ, ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ഡ്യൂറിങ് ഓവുലേഷൻ അല്ല, അറ്റ് ദ ടൈം ഓഫ് ബർത്ത് അല്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവൻ ബിഫോർ ബർത്ത് ആണ്, അതായത് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്താണ്. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഹ്യൂമൻ ഹെൽത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമൺ കോൾഡ്, നമ്മൾ സാധാരണ ജലദോഷം ഉണ്ടല്ലോ, ഈസ് കോസ്ഡ് ബൈ റൈനോ വൈറസ് ആണ്. വിച്ച് ഓഫ് ദ ട്രീറ്റ്മെന്റ്സ് വിൽ പ്രൊവൈഡ് ദ ബെസ്റ്റ് ക്യൂർ ഫോർ ദ ഇൻഫെക്ഷ്യസ് ഏജന്റ്? നമ്മളൊരു സാധാരണ ജലദോഷപ്പനി വരുമ്പം എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന്? ഒരു ട്രീറ്റ്മെന്റും ഇല്ല എന്നുള്ളത് തന്നെയല്ലേ ഇതിന്റെ ഉത്തരം. നമ്മൾ സാധാരണ റെസ്റ്റ് എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. ആന്റിബയോട്ടിക് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു വൈറൽ പനിയാണ്. എ ഗ്ലാസ് ഓഫ് ഓറൽ റീഹൈഡ്രേഷൻ സസ്പെൻഷൻ, നമ്മൾ പനിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ORS എന്ന് പറഞ്ഞ പൊടിയില്ലേ, യെസ്, പ്ലസ് 2 tablets ഓഫ് സ്ട്രെപ്റ്റോമൈസിൻ ട്വൈസ് എ ഡേ ഫോർ 3 days. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ആണ്. ആന്റിബയോട്ടിക് ഈ പനിക്ക് ജലദോഷത്തിന് കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് ബാക്ടീരിയൽ ഫീവറിനാണ് കുടിക്കേണ്ടത്. മനസ്സിലായല്ലോ. 2 tablets ഓഫ് അമോക്സിസിലിൻ. അമോക്സിസിലിൻ ഇസ് എഗെയിൻ ആന്റിബയോട്ടിക് ആണ്, മോക്സിക്ലാവ് ആന്റിബയോട്ടിക് ആണ്, അപ്പൊ അത് കുടിച്ചിട്ട് കാര്യമില്ല. 1 tablet ഓഫ് അമോക്സിസിലിൻ ആൻഡ് 1 tablet ഓഫ് പെയിൻ കില്ലർ. ആന്റിബയോട്ടിക് ഒരു കാര്യമില്ല, 3 ഓപ്ഷനിൽ ആന്റിബയോട്ടിക് ആണ് പറയുന്നത്. ഇത് വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ലീവൊക്കെ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങുക. അതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ആൻഡ് എ ബാലൻസ്ഡ് ഡയറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 3 days. അപ്പം ഡി വിൽ ബി ദ ആൻസർ. ആൻഡ് ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇവിടെ പ്രൊവൈഡഡ് ബിലോ ആർ റെക്കഗ്നിഷൻ സീക്വൻസസ് ഫോർ restriction enzymes RE1, RE2 and RE3. ഇവിടെ നമുക്ക് റെക്കഗ്നിഷൻ സീക്വൻസും ആരോ മാർക്ക് വെച്ചിട്ട് അത് എവിടെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ആരോസ് ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ വേർ ദ എൻസൈംസ് ഡൈജസ്റ്റ് ഓൺ ദ 2 strands. ഓക്കെ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ റെസ്ട്രിക്ഷൻ എൻസൈം 1 ഡൈജസ്റ്റഡ് DNA ലൈഗേറ്റ് ടു? റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത DNA ഏതൊക്കെ DNA ഫ്രാഗ്മെന്റ്സിലേക്ക് ലൈഗേറ്റ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. അപ്പൊ നോക്ക്, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, കോൺസെപ്ഷ്യൽ ചോദ്യമാണ്, ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ചിത്രത്തില് നമുക്ക് തന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഇവിടെ വരച്ചിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം 1 ആൻഡ് റെസ്ട്രിക്ഷൻ എൻസൈം 2 ആൻഡ് റെസ്ട്രിക്ഷൻ എൻസൈം 3 അല്ലേ? അപ്പൊ ഇനി റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഞാൻ ഇവിടെ എഴുതുകയാണ്. എ ജി സി ടി ടി, ശരിയല്ലേ? യെസ്. ഇനി തിരിച്ചാണെങ്കിലോ ടി ടി സി ജി എ എ. ഇനി റെസ്ട്രിക്ഷൻ എൻസൈം 2ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് നമുക്ക് നോക്കാം. ജി എ ജി ആൻഡ് സി ടി ജി, ജി എ ജി സി ടി ജി. അപ്പം ഇങ്ങോട്ടേക്കും ജി എ ജി സി ടി ജി, ശരിയല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ റെക്കഗ്നിഷൻ സീക്വൻസ് ജി എ ജി സി ടി സി, സി ടി സി. ഓക്കെ. ഇനി ജി എ ജി സി ടി സി, ജി എ ജി സി ടി സി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇയാള് ഇവിടെയാണ് കട്ട് ചെയ്യുക ആൻഡ് ഇവിടെയും കട്ട് ചെയ്യും, ശരിയല്ലേ? റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഇവിടെയാണ് റെക്കഗ്നിഷൻ സീക്വൻസ്, ഇവിടെയാണ് റെക്കഗ്നിഷൻ സീക്വൻസ്. ഓക്കെ. അപ്പം റെക്കഗ്നിഷൻ സീക്വൻസിന്റെ അർത്ഥം എന്താ? ഈ ആരോ മാർക്ക് ഉള്ള സ്ഥലത്താണ് ഇയാൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെ വന്ന് ഇങ്ങനെ 2 കഷ്ണമാവുകയാണ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയായിരിക്കും അയാള് കട്ട് ചെയ്യുക, ശരിയല്ലേ? ഒന്നും കൂടെ ഇങ്ങനെയായിരിക്കും ഇയാള് കട്ട് ചെയ്യുക. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നോക്ക്, രണ്ടാമത്തെ റെക്കഗ്നിഷൻ സീക്വൻസിന്റെയും കട്ടിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ കട്ടാവും ആൻഡ് ഇവിടെയും കട്ടാവും. അങ്ങനെ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കട്ടാവുക കുട്ടികളെ? യെസ്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് പക്കാ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഓക്കെ. ഇനി നോക്ക്, ഇനി മൂന്നാമത്തെ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്താലോ? ഇവിടെ കട്ട് വരും. ആരോ മാർക്ക് നോക്ക്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നില്ലേ? ആരോ മാർക്ക് നോക്ക്, ഇവിടെ ആരോ മാർക്ക് ഉണ്ട് ആൻഡ് ഇവിടെയും ആരോ മാർക്ക് ഉണ്ട്. സോ എങ്ങനെയാണ് കട്ട് വരിക? കട്ട് വരിക എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കട്ട് വരിക. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ RE1 ഡൈജസ്റ്റഡ് DNA? റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത ഒരു DNA വേറെ ഈ പറഞ്ഞ ആളുകളിലേക്ക് ഏതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്ത DNA ഒട്ടിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അതിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്യുമ്പം അവിടെ ഒരു സ്റ്റിക്കി എൻഡ് ഉണ്ടായിരിക്കും. അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള അതുപോലെ ഒരു സ്റ്റിക്കി എൻഡ് ഉള്ള ഒരു DNA ഇയാളെ കട്ട് ചെയ്യാൻ സാധിക്കും, ശരിയല്ലേ? യെസ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇയാളുടെ സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത്, ശരിയാണോ? ഇതാണ് ഇയാളുടെ സ്റ്റിക്കി എൻഡ്. ഞാൻ അവിടെ കാണിക്കുന്നില്ല. ഈ ഒരു ഉണ്ടായ ഭാഗമാണ് ഇയാളുടെ സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത്. പുറമേക്ക് നിൽക്കുന്ന സ്റ്റിക്കി എൻഡ് ആണ്. ഈ സ്റ്റിക്കി എൻഡിലേക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഇതിന് ഒട്ടാൻ കണക്കായിട്ടുള്ള ഒരു DNA വന്നാൽ അയാൾ ഒട്ടും. അപ്പൊ നോക്ക്, ഒരു DNA എടുത്തിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്തു, വേറെ DNA എടുത്തിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്തു. റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത് 2 DNA തമ്മിൽ ഒട്ടിപ്പിടിക്കൂലേ? ശരിയല്ലേടാ? നോക്ക്, ഇതേ ആള് തിരിച്ച് ഒട്ടിപ്പിടിക്കൂലേ? ഒട്ടിപ്പിടിക്കും, ശരിയാണ്. അപ്പം റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത ഒരാളെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ട് കട്ട് ചെയ്തൊരു DNA. 2 കൊണ്ട് കട്ട് ചെയ്തൊരു DNA എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ സ്റ്റിക്കി എൻഡ് ആയിരിക്കും ഇയാൾക്കും ഉണ്ടാവുക. നോക്ക്, അവരുടെ പ്രത്യേകത നോക്ക്.
നോക്കടാ, ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ടി ഉണ്ടാവും, ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സി ഉണ്ടായിരിക്കും, സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ജി ഉണ്ടായിരിക്കും, ആൻഡ് ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എ ഉണ്ടായിരിക്കും. അപ്പം ഈ ആളുടെ സ്റ്റിക്കി എൻഡും ഈ ആളുടെ സ്റ്റിക്കി എൻഡും കോംപ്ലിമെന്ററി ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ട് കട്ട് ചെയ്ത ആളുമായിട്ട് വേണമെങ്കിലും ഇവിടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. സോ റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ട് കട്ട് ചെയ്തൊരു DNA മാച്ചിങ് ആണ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈം 3 കൊണ്ട് കട്ട് ചെയ്തൊരു DNA കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇതാണല്ലോ സ്റ്റിക്കി എൻഡ്. ആ സ്റ്റിക്കി എൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സ്റ്റിക്കി എൻഡ് തന്നെ ഇയാൾക്കും ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലോ റെസ്ട്രിക്ഷൻ എൻസൈം 3 കൊണ്ട് കട്ട് ചെയ്തൊരു DNAയും ഇയാളിലേക്ക് മാച്ചിങ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് ചേർക്കാൻ പറ്റും. സോ റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത ഒരു DNAയിലേക്ക് വേറെ ഏതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത DNA ആണ് പേസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് തന്നെ കട്ട് ചെയ്തൊരു DNA പേസ്റ്റ് ചെയ്യാം, റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ട് കട്ട് ചെയ്തൊരു DNA പേസ്റ്റ് ചെയ്യാം, ആൻഡ് റെസ്ട്രിക്ഷൻ എൻസൈം 3 കൊണ്ട് കട്ട് ചെയ്തൊരു DNA പേസ്റ്റ് ചെയ്യാം. കാരണം ഒരു DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിക്കി എൻസിന് അതുപോലത്തെ സ്റ്റിക്കി എൻസ് തന്നെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ടും 3 കൊണ്ടും ഒബ്വിയസ്ലി 1 കൊണ്ടും കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം. All 3 restriction enzyme 1, 2 and 3 digested DNA can be pasted. അല്ലേ? ഒട്ടിക്കാൻ പറ്റും. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ടിഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഞാൻ മൾട്ടിപ്പിൾ തവണ നിങ്ങളോട് പറഞ്ഞു. 2023 ശേഷം NCERT-യിൽ ഇല്ലാത്തതും അതിനുശേഷം നമ്മുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഏരിയയാണ്, ടോപ്പിക്കാണ്. സോ ഇപ്പൊ ഇത് സിലബസിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ തിയറി ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഡിഫൈൻസ് എ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞ 2 കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? ഒരു സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെല്ലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ദിസ് ഈസ് കോൾഡ് സിമ്പിൾ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം. ഒരു എപ്പിത്തീലിയൽ സെൽസിന്റെ നമ്പർ ഓഫ് ലെയേഴ്സ് എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ സിമ്പിൾ എപ്പിത്തീലിയം. ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ more than one layer of epithelial cells, more than one layer of epithelial cells ആണ് ഉള്ളത് എങ്കിൽ എന്താ more than one layer അല്ലേ? This is called compound epithelium. This is called compound epithelium. ശരിയല്ലേ? യെസ്. ഇനി ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് മൾട്ടി ലേയേർഡ് ആൻഡ് മെയിൻലി പ്രൊട്ടക്ട്സ് ഫ്രം കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്. നമ്മുടെ തൊലിപ്പുറത്തൊക്കെ കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ട്. നമ്മുടെ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിന്റെ ഫംഗ്ഷൻ. സോ എ വിൽ ബി ദ ആൻസർ. മൾട്ടി ലേയേർഡ് ആണ്, കവേഴ്സ് ഔട്ടർ ലൈനിങ് ഓഫ് സെക്രീറ്ററി ഗ്ലാൻഡുലർ എപ്പിത്തീലിയം അല്ല. ഇറ്റ് ഈസ് മൾട്ടി ലേയേർഡ് ആൻഡ് ഹെൽപ്പ് ബൈൻഡിങ് ടിഷ്യൂസ് together and their eventual organization. തെറ്റാണ്. It is multilayered and actively participate in secretion and absorption. അതും തെറ്റാണ്. So option A will be the correct answer. ഇനി ബയോമോളിക്യൂൾസ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇഫ് an enzyme reaction follows the Michaelis-Menten constant, അല്ലേ, in kinetics represented by the equation, Km വാല്യൂവിന്റെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നത്. എന്താണ്? V0 എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മാക്സിമം വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻറ്റു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Km പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എക്സ് ആക്സിസിൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എടുത്തു, വൈ ആക്സിസിൽ വെലോസിറ്റി ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ എടുത്തു. ശരിയാണല്ലോ? ഓക്കെ. എനിക്കറിയാം, ഞാൻ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. ആ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറുകയാണ്? പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അതിന് ആവശ്യമുണ്ട്? എൻസൈമിന്റെ ആവശ്യം ഉണ്ട്. ക്ലിയർ? അപ്പൊ ഞാന്
സബ്സ്ട്രേറ്റിന്റെ അളവ് കൂടുതൽ ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ. കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുക. ശരിയല്ലേ? ഇഫ് direction of a chemical reaction is mentioned, then rate is equal to അല്ലെങ്കിൽ റേറ്റിനെ തന്നെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഒരു എൻസൈമിലേക്ക് നിങ്ങൾ കൂടുതൽ സബ്സ്ട്രേറ്റ് ഇടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവും. കൂടുതൽ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം, അപ്പൊ സ്വാഭാവികമായിട്ടും വെലോസിറ്റി കൂടും. നോക്കടാ, അപ്പൊ നിങ്ങള് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ വെലോസിറ്റിയും എൻസൈം കാരണം ഉണ്ടാവുന്ന പ്രോഡക്റ്റ് കൂടും. എൻസൈം സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കുന്നത് കൂടും. പ്രോഡക്റ്റ് ഉണ്ടാവുന്നതിന്റെ റേറ്റ് കൂടും എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടും. പക്ഷേ നിങ്ങള് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ അനാവശ്യമായിട്ട് കൂട്ടി എന്ന് വിചാരിക്കാം. നമ്മളുടെ കയ്യില് എൻസൈമിന്റെ എണ്ണം ലിമിറ്റഡ് ആണ് എന്ന് വെച്ചോ. അപ്പൊ ആ മാക്സിമം എൻസൈമിന്റെ അകത്ത് കംപ്ലീറ്റ്ലി സബ്സ്ട്രേറ്റ് ഫില്ലായി. ഓക്കെ, നിങ്ങൾ മാക്സിമം സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് നിങ്ങൾ അതിന്റെ പുറമെ ഓവർ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോവുക. എങ്ങനെ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയുടെ കോൺസെൻട്രേഷൻ കൂടും. ആൻഡ് ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ കൂട്ടിയിട്ട് കാര്യമില്ല, ഒരു സാച്ചുറേഷനിലേക്ക് എത്തും. സോ ഒരു മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഈ വെലോസിറ്റിയാണ് Vmax എന്ന് പറയുന്നത്. ഓക്കെ, അത് തിയററ്റിക്കലായിട്ട് മാത്രമേ പറ്റുള്ളൂ. പ്രാക്ടിക്കലി ഒരിക്കലും നമുക്ക് Vmax എന്ന് പറയുന്ന വെലോസിറ്റി ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. അപ്പൊ Vmax എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഒരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, Vmax/2 എന്ന് പറയുന്ന ഒരു നമ്പർ. ഇത് പ്രാക്ടിക്കലി പോസിബിൾ ടു അറ്റൈൻ ആണ്. Vmax/2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ എന്താ Vmax എന്ന് പറഞ്ഞാല്? നമ്മള് കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ അറ്റൈനബിൾ ആയിട്ടുള്ള മാക്സിമം വെലോസിറ്റിയാണ് Vmax എന്ന് വിളിക്കുക. അത് പ്രാക്ടിക്കലി നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റൂല. നമുക്കറിയില്ല, അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതേപോലെ തന്നെ Vmax എന്ന് പറഞ്ഞ വെലോസിറ്റിയിലേക്ക് ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷൻ എത്തൂല. അപ്പം നമ്മൾ വേറൊരു നമ്പറിനെ കൊണ്ട് ഈ Vmax എത്താത്തത് കൊണ്ട് ഒരു നമ്പറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, Vmax/2. എന്താ Vmax/2ന്റെ പ്രത്യേകത എന്നറിയോ? Vmax/2 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അറ്റൈനബിൾ ആണ്. നോക്ക്, ഈ Vmax/2 എന്ന് പറയുന്ന വെലോസിറ്റി എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താടാ ഇത്ര കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ലേ? ശരിയല്ലേ? നോക്ക്, Vmax/2 എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ലേ? ഈ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഞാൻ ആഡ് ചെയ്ത ഈ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിന് അതിനെയാണ് ഞാൻ Km വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ മിഖായിലിസ് മെന്റൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് Km വാല്യൂ ഓഫ് എ സബ്സ്ട്രേറ്റ്? Km വാല്യൂ ഓഫ് എ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ, Km വാല്യൂ ഓഫ് എൻ എൻസൈം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുത്താലാണ് Vmax/2 വെലോസിറ്റിയിലേക്ക് ആ കെമിക്കൽ റിയാക്ഷൻ എത്തുക എന്നാണ് Km വാല്യൂന്റെ അർത്ഥം. അപ്പം ഒരു എൻസൈമിന് Km വാല്യൂ ഭയങ്കര കൂടുതലാന്ന് വെച്ചോ, ഒരു എൻസൈമിന് Km വാല്യൂ ഭയങ്കര കുറവാണ് എന്ന് വെച്ചോ. ഒരു എൻസൈം ഉണ്ട്, എൻസൈം 1, അയാളുടെ പ്രത്യേകത Km വാല്യൂ ഭയങ്കര കൂടുതലാണ്. വേറൊരു എൻസൈം ഉണ്ട്, എൻസൈം 2, അയാളുടെ പ്രത്യേകത അയാൾക്ക് Km വാല്യൂ ഭയങ്കര കുറവാണ്. അപ്പൊ നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Km വാല്യൂ കൂടുതലുള്ള ഒരു എൻസൈമും Km വാല്യൂ കുറവുള്ള ഒരു എൻസൈമും മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് വെച്ചോ. നിങ്ങൾ ഏത് Km വാല്യൂ ഉള്ള എൻസൈം ആയിരിക്കും ഉപയോഗിക്കുക? Km വാല്യൂ കൂടുതലായിരിക്കോ Km വാല്യൂ കുറവായിരിക്കോ?
Km വാല്യൂ കുറവുള്ള എൻസൈം വേണം ഉപയോഗിക്കാൻ. കാരണം എന്താ, Km വാല്യൂ കുറവാണ് എന്ന് പറഞ്ഞാൽ നോക്കടാ, ഒരു എൻസൈമിന്റെ Km വാല്യൂ കുറവാണ്. ഇനി ഒരു എൻസൈമിന്റെ Km വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ വരച്ചുതരാം, നിങ്ങൾക്ക് എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ഇങ്ങനെ Vmax/2 എത്താൻ വേണ്ടിയിട്ട് Km വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണ് എന്ന് വെച്ചോ. ഇത് ഒരു എൻസൈം 1 അയാൾക്ക് Km വാല്യൂ കുറവാണ്. ഇത് എൻസൈം 2 അയാൾക്ക് Km വാല്യൂ കുറവാണ്. രണ്ടാമത്തെ ഇത് എൻസൈം 1 ഇതാണ് Km വാല്യൂ കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ Km വാല്യൂ ഒരു എൻസൈമിന് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ Vmax/2 എന്ന് പറയുന്ന വെലോസിറ്റി എത്താൻ കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യേണ്ടി വരും. കൂടുതൽ സബ്സ്ട്രേറ്റ് നമുക്ക് ആഡ് ചെയ്താൽ കൊടുത്താൽ മാത്രമേ എന്ത് പോസിബിൾ ആവുള്ളൂ, വെലോസിറ്റി maximum/2 എത്താൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ സബ്സ്ട്രേറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. നേരെ മറിച്ച് എൻസൈം Km വാല്യൂ കുറവുള്ള ഒരു എൻസൈം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ Km വാല്യൂ കുറച്ച് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഹൈ സ്പീഡിൽ റിയാക്ഷൻ നടക്കും. അപ്പൊ കുറച്ച് സബ്സ്ട്രേറ്റ് നമുക്ക് യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ ഇനി മിക്കായലീസ് മെന്റൻ കോൺസ്റ്റന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ Vmax/2 എത്താൻ വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ മിക്കായലീസ് മെന്റൻ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ തിയറി കംപ്ലീറ്റ് നമ്മൾ തിയറി ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേർ കെ ഈസ് ദ കാര്യം എന്നാണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. Km വാല്യൂ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം അറ്റ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ അല്ല. Km വാല്യൂ ഈസ് ദ റിയാക്ഷൻ വെലോസിറ്റി അറ്റ് ഹാഫ് ദ ഒപ്റ്റിമൽ substrate concentration എന്നാണ് പറഞ്ഞത്. Km is the concentration of substrate when the velocity of the reaction is half that of the maximum velocity. Yes, Km is the temperature of the enzyme at the optimal temperature. അപ്പം ക്രിസ്പറിന്റെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി ആ ഇക്വേഷൻ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആ ഇക്വേഷൻ മൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, V0 ഈക്വൽ ടു, അതായത് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു maximum velocity into substrate concentration by Michaelis Menten constant plus concentration of substrate. ഓക്കെ, ഇതില് ഞാൻ ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആയിട്ട് എടുക്കുന്നത്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് Km വാല്യൂ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആവുന്ന കേസാണ്. അപ്പൊ എന്താ, ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ശരിയല്ലേ? സോ V0 equal to Vmax into Km by Km plus Km, ശരിയല്ലേ? That is equal to Vmax into Km by 2Km, ശരിയല്ലേ? അത് ക്യാൻസൽ ആയി പോകും. സോ V0 will be equal to Vmax by 2. അതായത് Vmax/2 എത്താൻ വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ Km എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് പറയാൻ പറ്റും. പക്ഷെ അതിലേക്കൊന്നും പോകേണ്ട, കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. ഫണ്ടമെന്റലി Km കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ തിയറിയാണ് പഠിച്ചാൽ പോരെ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്പറിന്റെ തിയറി ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ അത് അറിയാത്ത ആളുകൾക്ക്, പബ്ലിക്കിനോട് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക, ശരിയാണല്ലോ? യെസ്. ഇനി moving to the next question. Okay, during oxidative phosphorylation, ഈ ക്വസ്റ്റ്യൻ വരുന്നത് എവിടുന്നാണ്? നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാണ്. ഡ്യൂറിങ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ദ ടെർമിനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഈസ് എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടെർമിനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ? ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരാ പറയാൻ പറ്റുക? ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് കോംപ്ലക്സ് 1 ഉണ്ട് അല്ലേ, കോംപ്ലക്സ് 2 ഉണ്ട്, ആൻഡ് കോംപ്ലക്സ് 3 ഉണ്ട്, ദെൻ കോംപ്ലക്സ് 4 ഉണ്ട്,
കോംപ്ലക്സ് 4 ഉണ്ട്. ദെൻ ATP സിന്തേസ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് 5 ഉണ്ട്. സി NADH ൽ നിന്നും വരുന്ന ഇലക്ട്രോൺസ് കോംപ്ലക്സ് 1ലേക്ക് എത്തും, യുബിക്വിനോൺ വഴി കോംപ്ലക്സ് 3ലേക്ക് എത്തും. അപ്പം ആദ്യത്തെ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കോംപ്ലക്സ് 1 ആണ്. ശരിയാണല്ലോ? യെസ്. ഇനി കോംപ്ലക്സ് 2ലേക്ക് FADH2 ൽ നിന്നും വരുന്ന ഇലക്ട്രോൺസ് എത്തും. ഇലക്ട്രോൺസ് ഫ്രം FADH2 കോംപ്ലക്സ് 2ലേക്ക് എത്തും, യുബിക്വിനോൺ വഴി കോംപ്ലക്സ് 3ലേക്ക് എത്തും. എന്നിട്ട് 3ന്റെയും 4ന്റെയും ഇടയിൽ ഷട്ടിൽ ചെയ്യുന്ന ആളാണ് സൈറ്റോക്രോം C. ഈ സൈറ്റോക്രോം C വെച്ചിട്ട് NADH എന്നുള്ള ഇലക്ട്രോണും അതുപോലെ തന്നെ FADH2 എന്നുള്ള ഇലക്ട്രോണും 4 ഇലക്ട്രോണും കോംപ്ലക്സ് 4ലേക്ക് എത്തി. ദെൻ ഫൈനൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആരാണ് ഇനി അക്സെപ്റ്റ് ചെയ്യുന്നത്? ദീസ് ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ഓക്സിജൻ. ഓക്സിജൻ ഇലക്ട്രോൺസുമായിട്ട് ചേർന്നിട്ട് ഇവിടെയുള്ള പ്രോട്ടോൺസും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് കമ്പൈൻഡ് ആയിട്ട് എന്തായിട്ട് മാറും കുട്ടികളെ? വാട്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് വാട്ടർ എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് സെല്ലുലാർ റെസ്പിറേഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഹിയർ ഈസ് ദ ആൻസർ. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഈസ് ദ ടെർമിനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ. സോ ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് to the animals. What is the correct combination എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലേ? അപ്പൊ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കാനുള്ളത്? യെസ്. അപ്പൊ ആദ്യം നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. എർത്ത് വേം ഉണ്ട്, കോക്രോച്ച് ഉണ്ട്, മാൽഫീസിയൻ ട്യൂബ്യൂൾ ഉണ്ട് ആൻഡ് നെഫ്രീഡിയ ഉണ്ട്. ശരിയാണല്ലോ? ഓക്കെ. അപ്പം എർത്ത് വേമില് ഞാൻ എടുക്കുകയാണെങ്കിൽ എർത്ത് വേമില് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ആൻഡ് നെഫ്രീഡിയ ആണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമ്മളെ ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, എർത്ത് വേം എന്ന് പറയുന്നത് 3 ആണ്. 3ക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത് ആൻഡ് അയാളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ആൻഡ് കോക്രോച്ച് എന്ന് പറയുന്നത് 6 ആണ്. 6ന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത് ആൻഡ് ഇൻസെക്ട്സിന് ഉള്ളതാണ് മാൽഫീസിയൻ ട്യൂബ്യൂൾസ് അല്ലെ? ആർത്രോപോഡയ്ക്ക് ഉള്ളതാണ്. സോ ദിസ് വിൽ ബി ദ കോമ്പിനേഷൻ. വാട്ട് ഈസ് ദ കറക്റ്റ് കോമ്പിനേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 3 4 1 4 6 1 4 6 ആൻഡ് 2 3 5. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബോട്ടണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement best describes the G0 stage of cell cycle? അപ്പൊ നമുക്ക് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് G0 സ്റ്റേജുമായിട്ട് കൂടുതൽ കണക്ട് ആവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെൽസ് ഇൻ ദ സ്റ്റേജസ് ആർ ഡൈയിങ്. ദെൻ രണ്ടാമത്തത് സെൽസ് ഇൻ ദ സ്റ്റേജസ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് നോട്ട് ഡിവൈഡിങ്. Then cells in the stages are highly proliferative. And നാലാമത്തത് cells in the stages are proliferative but metabolically inactive. അപ്പൊ ഈ G0 phase എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? യെസ്, G0 phase എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സെൽസ് ഡിവൈഡ് ഒന്നും ചെയ്യാതെ, അതായത് സെൽ ഡിവിഷനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് G0 സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ വെച്ചിട്ട് സെല്ല് ഡൈ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ സെല്ലിന് ഡെത്ത് സംഭവിക്കാറുണ്ടോ? ഇല്ല. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. സെൽസ് ഇൻ ദി സ്റ്റേജസ് ആർ ഡൈയിങ്, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ എന്താണ് G0 സ്റ്റേജിൽ നടക്കുന്നത്? യെസ്, G0 സ്റ്റേജിൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷെ ഇറ്റ്സ് നോട്ട് റെഡി ഫോർ ഡിവിഷൻ. അതായത് ഡിവൈഡ് ചെയ്യാൻ ആരും റെഡി അല്ല, സെല്ല് റെഡി അല്ല, പക്ഷെ മെറ്റബോളിക്കലി ദേ ആർ ആക്റ്റീവ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സെൽസ് ഇൻ ദ സ്റ്റേജ് അവിടെ എന്താണ്? മെറ്റബോളിക്കലി ആക്റ്റീവ് തന്നെയാണ്, പക്ഷെ എന്താണ്? ബട്ട് നോട്ട് ഡിവൈഡിങ്. ദേ ആർ നോട്ട് റെഡി ടു ഡിവൈഡ്. അതായത് സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആയിട്ടില്ല, പക്ഷെ അവിടെ ബാക്കിയുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും ആരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്? യെസ്, ആ സെൽസ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് സി ആൻഡ് ഡി ഓപ്ഷൻ തിരഞ്ഞെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ സി പറയുന്നത് എന്താ? സെൽസ് ഇൻ ദി സ്റ്റേറ്റ്സ് ആർ ഹൈലി പ്രൊലിഫറേറ്റീവ്. പ്രൊലിഫറേറ്റീവ് മീൻസ് ഇറ്റ്സ് ഇൻഡിക്കേറ്റ് ഡിവൈഡിങ് എന്ന് പറയുന്ന ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. അതേ സാധനം തന്നെയാണ് ഡിയിൽ പറയുന്നത്. അത് പ്രൊലിഫറേറ്റീവ് ആണ്, മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണെന്ന്. അതായത് G0 ഫേസിൽ സെൽസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സെൽസ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് നോട്ട് ഡിവൈഡിങ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. Take 2 plants. Keep plant A in a very dry conditions and plant B in highly humidity. അതായത് നമ്മളിവിടെ 2 പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ പ്ലാന്റ് എ എന്ന് വിളിച്ചു. ആ പ്ലാന്റ് എ എവിടെയാണുള്ളത്? ഒരു ഡ്രൈ കണ്ടീഷനിലാണ് വളരുന്നത്. ഇനി പ്ലാന്റ് ബി എന്ന് പറയുന്നതോ അതൊരു ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കണ്ടീഷനിൽ. ഒരുമിച്ച് നമ്മൾ ഈ 2 പ്ലാന്റ്സിന്റെ റൂട്ടിനെയും വാട്ടറിൽ ഡിപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ആ വാട്ടറിൽ നമ്മളൊരു റെഡ് ഡൈ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പ്ലാന്റ്സിന്റെ റൂട്ടിനെയും നമ്മൾ ആ വാട്ടറിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഒബ്സർവ്? നിങ്ങൾ എന്തായിരിക്കാം ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2 കണ്ടീഷൻസ് നമ്മൾ ഓർക്കണം. പ്ലാന്റ് എ എന്ന് പറയുന്നതും പ്ലാന്റ് ബി എന്ന് പറയുന്നതും 2 പ്ലാന്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഡ്രൈ കണ്ടീഷൻസിലാണ്. അതായത് പ്ലാന്റ് എ എന്ന് പറയുന്നത് മക്കളെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഡ്രൈ കണ്ടീഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ബി എന്ന് പറയുന്നതോ ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തേ? ഈ 2ന്റെയും റൂട്ട്, അതായത് ഈ 2 പ്ലാന്റിന്റെയും റൂട്ട് എടുത്തിട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യാണ്. ഓയിൽ ഡിപ്പ് എന്തുണ്ട്? വാട്ടറിൽ ഒരു റെഡ് ആയിട്ടുള്ള ഡൈ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ എന്ത് കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡ്രൈ കണ്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കും അല്ലെ? സ്റ്റൊമാറ്റയിലൂടെയുള്ള വാട്ടറിന്റെ ലോസ്, ട്രാൻസ്പിറേഷൻ അവിടെ നടക്കും. പക്ഷെ ഹ്യൂമിഡ് ആയിട്ടുള്ളതിൽ ട്രാൻസ്പിറേഷൻ ലോസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ലെസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞ ഇതിന്റെ 2ന്റെയും റൂട്ട് നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാന്റ് എ ടേൺസ് റെഡർ ദാൻ പ്ലാന്റ് ബി. പറഞ്ഞത് പ്ലാന്റ് എ എന്ന് പറയുന്നത് നല്ല ചുവന്നിരിക്കും എന്തിനേക്കാളും? ബിയേക്കാളും. ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ? പ്ലാന്റ് ബി ടേൺസ് റെഡർ. അതായത് ഫസ്റ്റിന്റെ തന്നെ തിരിഞ്ഞു പറഞ്ഞു. അതായത് ബി ആണ് ചുവക്കുക എയേക്കാൾ. ദെൻ സി, നെയ്തർ പ്ലാന്റ് ടേൺസ് റെഡ്. അതായത് രണ്ടും എന്താവില്ല? അബ്സോർബ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ, ബോത്ത് പ്ലാന്റ് ടേൺസ് ഈക്വലി. രണ്ടുപേരും ഈക്വലി ആയിട്ട് സെയിം ആയിട്ടുള്ള റെഡ് ആയിരിക്കും എടുക്കുക എന്നുള്ള രീതിക്ക്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ട്രാൻസ്പിറേഷൻ കൂടുതലായി കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ അവർ വാട്ടറിനെ വലിച്ചെടുക്കുന്നുണ്ടായിരിക്കുക? യെസ്, പ്ലാന്റ് എ ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് പ്ലാന്റ് എ ടേൺസ് റെഡർ ദാൻ പ്ലാന്റ് ബി. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അടുത്തൊരു നമ്മുടെ ഇക്കോളജി എന്ന് പറഞ്ഞൊരു പോർഷനിൽ വന്നൊരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഓഫ് 100 people increases at an intrinsic rate of 0.1, but the city only has access to the food of housing for 200 people. What will the current growth rate of population be? അതായത് ഒരു സിറ്റിയിൽ 100 പീപ്പിൾസ് ഉണ്ട്. അവിടുത്തെ ഇൻട്രൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 0.1 ആണ്. അവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ റേറ്റ് എത്രയായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എത്രയാണ് അതിന്റെ പോപ്പുലേഷൻ, ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്? ഈ ഗ്രോത്ത് റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, dn by dt is equal to Rn k minus n by k അല്ലേ? യെസ്, ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്?
ഗ്രോത്തിന്റെ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. dn/dt is equal to rn k minus n/k. ഇതിൽ r എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്, n എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്, ദെൻ k എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഈ 3 സംഗതികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. യെസ്, നമുക്കിവിടെ r എന്ന് പറയുന്നത് എത്രയാ തന്നിട്ടുള്ളത്? r എത്രയാ തന്നിട്ടുള്ളത്? 0.1. n എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 100 പീപ്പിൾ ആണ്. ദെൻ നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട് 200 ആണ്. ദെൻ -100/200 അല്ലേ. ദെൻ 0.1 into 100, then 200 minus 100, that is 100/200. നമുക്ക് ഈ 2 zeros അങ്ങോട്ട് വെട്ടിക്കളയാം. 0.1 into 100 എന്ന് പറയുമ്പോൾ 10, 1/2 എന്ന് പറയുമ്പോൾ 5 ഉണ്ടോ ആൻസറിൽ നോക്കിയാലോ? യെസ്, ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് 5 അവിടെ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 5 years അല്ലേ. അപ്പൊ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 5 years എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പിക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ മൈറ്റോകോൺട്രിയൻ. അതായത് ഒരു മൈറ്റോകോൺട്രിയനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാ നോക്കാം. ദ ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ഹാവ് ഐഡന്റിക്കൽ സെറ്റ് ഓഫ് എൻസൈംസ്. ദെൻ ബി എന്ന് പറയുന്നത് ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് കണ്ടെയ്ൻസ് സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ. ദ ഇന്നർ മെംബ്രെയിൻ ഫോംസ് മെനി ഇൻഫോൾഡിംഗ്സ് കോൾഡ് ക്രിസ്റ്റേ ആൻഡ് ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് പൊസസ് 17S റൈബോസോംസ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു 4 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിനകത്ത് ഒരു സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ബി എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യമാണ് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനകത്ത് കുറെ ഇൻഫോൾഡിങ്സ് ഉണ്ട്, അതിന്റെ പേരാണ് ക്രിസ്റ്റേ. അങ്ങനെ നോക്കുമ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡി എന്ന് പറയുന്നത് ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് പൊസസസ് 17S റൈബോസോം. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. അപ്പം ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആണുള്ളത്, ഓപ്ഷൻ എ. എന്താണ് ഈ ഓപ്ഷൻ എ പറയുന്നത്? The inner and outer membrane have identical set of enzyme. അതായത് മൈറ്റോകോൺട്രിയയ്ക്ക് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഈ 2 മെംബ്രെയിനിലും സെയിം കൈൻഡ്സ് ഓഫ് എൻസൈംസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? യെസ്, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സെയിം ആയിട്ടുള്ള എൻസൈംസ് അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ആണ് ഇവിടെ ഉള്ളത് ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻസ് ഓഫ് മൈറ്റോകോൺട്രിയയിൽ കാണുന്നത്. അതായത് ഇന്നർ മെംബ്രെയിൻ കൂടുതലും റെസ്പിറേറ്ററി അല്ലെങ്കിൽ റെസ്പിറേഷന് സഹായിക്കുന്ന ടൈപ്പ് ഓഫ് എൻസൈംസ്, നമുക്കറിയാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനൊക്കെ കൂടുതൽ സഹായിക്കുന്ന എൻസൈംസ് ഒക്കെയാണ് ഉള്ളത്. പക്ഷെ ഔട്ടർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈം ആയിരുന്നുവെങ്കിൽ ഈ 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആവുമായിരുന്നു. സെയിം സെറ്റ് ഓഫ് എൻസൈംസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയിട്ടുള്ളത്. സോ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. വളരെ എളുപ്പല്ലേ? അപ്പം നമ്മള് ബയോളജിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു ബയോളജിയിലെ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ലെവല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും 2017 തൊട്ട് 25 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് വേണം മുന്നോട്ടേക്കുള്ള പരീക്ഷയായിട്ടുള്ള 26ലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ പാറ്റേൺ മനസ്സിലാവും, ടൈം എത്രത്തോളം മാനേജ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താൽ അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അടുത്തതെന്ന് പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലെ റിസംബിൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് പ്രോബ്ലംസ് ഇനി നമ്മൾ ചെയ്തു പഠിക്കണം. അതെങ്ങനെ ചെയ്തു പഠിക്കണം? ഇതേപോലെ സെയിം ഇന്റർഫേസിൽ തന്നെ നമ്മൾ ചെയ്തു പഠിക്കണം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹൈലി കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ വരുന്നതിന്റെ മുന്നേ 2022 വരെ KVPY എന്ന് പറഞ്ഞൊരു പരീക്ഷയിലൂടെ ഐസറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ സയൻസ് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനുള്ള മറ്റൊരു പരീക്ഷയായിരുന്നു KVPY. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പരീക്ഷയായിരുന്നു.
അപ്പൊ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ സയൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന വേറൊരു പരീക്ഷയാണ് ഒളിമ്പിയാഡ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ബേസ് ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള പുതിയ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിസ്പർ ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ആൻഡ് എന്റെ പോലെയുള്ള ഐസർ ഗ്രാജുവേറ്റ്സും അടങ്ങുന്ന ഒരു ടീമാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. ക്വസ്റ്റ്യൻസ് എല്ലാം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ KVPY, ഒളിമ്പിയാഡ്, ഇതുപോലെയുള്ള സയൻസിന്റെ പരീക്ഷയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, അലോങ് വിത്ത് ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. 20 മോക്ക് ടെസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എല്ലാം തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. സോ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതുപോലെ ചെയ്തു നോക്കുക. സൊല്യൂഷൻസ് കണ്ട് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കെയർഫുള്ളി നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ മോക്ക് ടെസ്റ്റുകളും 20 മോക്ക് ടെസ്റ്റും നിങ്ങൾ ചെയ്തു നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഈ വർഷം നിങ്ങൾക്ക് ഒരു ഐസർ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂടെയുള്ള ഐസർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ്, അതേപോലെ നിങ്ങളുടെ സ്കൂളിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ്, മാക്സിമം ഈ വീഡിയോനെ ഒന്ന് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാം. അപ്പം അടുത്ത വർഷം നിങ്ങളെ ഒരു ഐസറിൽ കാണാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.